മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമാണ് കേരളത്തിലെ ഭരണകാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്. എന്തെവിടെ എപ്പോൾ എങ്ങനെ നടക്കണം, എങ്ങനെ നടത്തിയെടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായി ക്ലിഫ് ഹൗസിൽ ഇരുന്ന് പ്ലാനും പദ്ധതിയും ഇടുന്നത് ഇരുവരുമാണെന്നുള്ള ആക്ഷേപം പ്രതിപക്ഷമടക്കം പല തവണയായി ഉയർത്തുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാസപ്പടി വിവാദത്തിലടക്കം പുതിയൊരു മേഖലയിലേക്കാണ് അന്വേഷണം കടന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ SFIO സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് നമുക്കറിയാവുന്നതാണ്. ദേശവിരുദ്ധ ശക്തികളുടെ കയ്യിലടക്കം പണം എത്തിയിട്ടുണ്ടോ, CMRL പണം നൽകിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് പൂർണ്ണമായും ഫയൽ വിട്ട് നൽകിയിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ ധനമന്ത്രിയുടെ കണ്ണും വായും മൂടിക്കെട്ടി കള്ളം പറയിപ്പിച്ചിരിക്കുകയാണ് വീണ വിജയൻ. മറ്റൊന്നിലുമല്ല, ആദ്യം മുതൽ 1,72,00,000 രൂപ വാങ്ങിയതിൽ നികുതി അടച്ചിട്ടുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്ത് കുഴപ്പമെന്നുള്ള ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനായി കൂലിപ്പട മുന്നിട്ടിറങ്ങി വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് കള്ളം പറയിപ്പിച്ചതാണെന്നുള്ള മറുപടി ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവും MLAയുമായിട്ടുള്ള മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രിയുടെ മകൾ CMRL നിന്ന് വാങ്ങിയ പണത്തിന് നികുതി അടച്ചു എന്നത് പച്ചക്കള്ളമെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. ധനമന്ത്രി KN ബാലഗോപാലിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയനും CPM-ഉം. വിവരാവകാശ നിയമപ്രകാരം തനിക്ക് ലഭിച്ച വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഇങ്ങനെ ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. കുഴൽനാടൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം താൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, 1,72,00,000 രൂപയ്ക്ക് നികുതി അടച്ചു എന്ന വാദം CPM-ന്റെ കള്ളമാണ്, അത് തെറ്റാണ്. ഇത് തെളിയിച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് CPM അംഗീകരിക്കുമോ എന്ന ചോദ്യം ആദ്യമേ ചൂണ്ടിക്കാട്ടിയതാണ്, വെല്ലുവിളിച്ചതായിരുന്നു. നികുതി അടച്ചു എന്ന് തെളിയിക്കാനെന്ന പേരിൽ ധനമന്ത്രിയെ കൊണ്ടുവന്ന് അന്ന് ധനമന്ത്രിയെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു. അന്നേ താൻ പറഞ്ഞിരുന്നു ഇത് കത്തല്ല, ക്യാപ്സ്യൂളാണെന്ന്. GST വരുന്നത് 2017-ലാണ്. അതിന് മുൻപുണ്ടായിരുന്നത് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ആയിരുന്നു. സർവീസ് ടാക്സ് രജിസ്ട്രേഷനിൽ നിന്നും GSTയിലേക്ക് മാറുമ്പോൾ ട്രാൻസാക്ഷൻ ഫോമാണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നികുതി അടച്ചതിൻ്റെ വിവരങ്ങൾ GST പോർട്ടലിൽ കൃത്യമായി തന്നെ കാണിക്കും. താൻ ഉന്നയിച്ചത് ശരിയാണെന്ന് തെളിയിക്കാൻ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്തു. മൂന്നാമത്തെ അപ്പീലിലാണ് ഈ മറുപടി കിട്ടുന്നത്. ആദ്യം രണ്ടാമതും ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ കേസന്വേഷണം അവസാനിച്ച ഘട്ടത്തിലാണ് ഇതിൻ്റെ മറുപടി കിട്ടിയിരിക്കുന്നത്. GST പോർട്ടലിൽ ലഭ്യമായ വീണയുടെ REG 1 പ്രകാരം സേവന നികുതി രജിസ്ട്രേഷൻ്റെ വിശദാംശമൊന്നും തന്നെയില്ല. ഇതിൻ്റെ അഭാവത്തിൽ വീണ പഴയ സേവന നികുതി വകുപ്പിൽ രജിസ്റ്റർ ചെയ്തതാണോ അല്ലയോ എന്ന് കണ്ടെത്താൻ പോലും കഴിയില്ല. അതുകൊണ്ട് വീണ കൊടുത്ത സേവന നികുതി വകുപ്പിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ ഈ ഓഫീസിലില്ല എന്നാണ് മറുപടിയിലൂടെ നൽകിയിരിക്കുന്നത്. അതിൽ നിന്നും GSTക്ക് മുന്നേ വീണയ്ക്ക് സേവന നികുതി രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനെന്നാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ തന്നെ മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നു, എന്ത് നടക്കണം, ഒന്നുകൂടി എടുത്തു പറയുന്നു, കേരളത്തിൽ എന്ത് നടക്കണം, എന്ത് സംഭവിക്കണമെന്നുള്ള തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമാണ്.